ചേച്ചിയുടെ കുട്ടികളൊക്കെ വീട്ടിൽ വന്നിട്ടാ. നിനക്ക് എന്താ വേണ്ടത് പിന്നെ? നമുക്ക് എന്നാ ബിരിയാണി ഉണ്ടാക്കിയാലോ? നമ്മളങ്ങനെ ചിക്കൻ മേടിച്ച് കൊടുക്കുന്നുണ്ടാ. നമുക്ക് ഇത് നേരെയൊക്കെ കൊണ്ടുപോകാം. കാല് തരൂലട്ടാ, കാല് ഇരിക്കാ തരണട്ടാ ചിക്കൻ കാല്. എനിക്ക് വേണോ? എനിക്കാണ് ചിക്കൻ കാല്. രണ്ടും എനിക്ക് വേണം. പെട്ടി കയറാൻ നല്ല ചോരണ്ട് കയറിയാ. അവിടെ മറ്റേ ഉള്ളിയൊക്കെ റെഡിയാക്കി വെക്കിട്ടാ. ഏകദേശം ഈ സൈസിലായിട്ട് നമ്മൾ മേടിച്ചുള്ള ബിരിയാണിക്കൊക്കെ ഈ സൈസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെട്ടി തരും. അവിടെ ചിക്കൻ്റെ കടയിൽ പറഞ്ഞാൽ മതി. തൂവലൊന്നുമില്ല, ഒരുവിധം നല്ലപോലെയൊക്കെ തന്നെയൊക്കെയാണ് അവർ ക്ലീൻ ചെയ്ത് തന്നുള്ളത്. ഈ കാല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാലാണ് മെയിൻ. ബിരിയാണിയിൽ ഈ കോഴിക്കാല് അടിപൊളിയാണ്. ചിക്കൻ കഴുകിയിരിക്കുകയാണ് കേട്ടോ. പൂച്ചതാ മണം പിടിച്ചിട്ട് നോക്കുന്നുണ്ട്. ബിരിയാണിക്കുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ അരിയാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ അതേപോലെ തന്നെ പുതിന, മല്ലിച്ചപ്പ്, സവാള, തക്കാളി, ക്യാരറ്റ്, ഇതെന്താണ് ഗ്രാമ്പു, പിന്നെ അതേപോലെ പട്ട, മസാല. ഇത് പിന്നെ നമ്മളെ അരി. അതെന്താണ് അത്? ഇതെന്താണ്? പിന്നെ ഉള്ളി നന്നാക്കലൊക്കെ എത്ര പോരെ ഉള്ളിയാണ് നന്നാക്കാനുള്ളത്? അയ്യോ, ഇതാ മീൻ നന്നാക്കുമ്പോ പൂച്ചാള് സൈഡിലിരിക്കൂലേ, അതേമാതിരി ഇതാ ആദ്യം നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിക്കല്ലേ. അതെന്താ സാധനം? ആ നെയ്യ, അരി, സവാള, ക്യാരറ്റ്, ഇതെന്താ അടുത്തായിട്ട് പട്ടിയും ഗ്രാമും, എന്താ ഏലക്ക, സവാള അല്ലേ, ക്യാരറ്റ്, എന്താ വെളുത്തുള്ളിയും ഇഞ്ചിരിയും പേസ്റ്റാട്ടാ ഈ പോകുന്നത്. ഇനി കിടന്ന് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇനി നമ്മൾ അരിക്ക് ബിരിയാണിയുടെ അരി ഇടുക കേട്ടോ. ലേശം പോയാ അരി കഴുകാനാരും മറക്കരുത് കേട്ടോ. ഇതിൽ വെള്ളം ഒഴിക്കണ്ടേ? ഓക്കെ, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഓക്കെ, ആ ഉപ്പിടാൻ മറന്നു കേട്ടോ നമ്മൾ. പിന്നെ ഗ്യാസ് ഓഫായി, അടച്ച. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചിക്കനിൽ മസാല ചേർക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം മുളക് പൊടി ഇടുക, പിന്നെ അതേപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ അതേപോലെ തന്നെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി മസാലയും അതേപോലെ ചിക്കൻ മസാലയും കൂടി മിക്സ് ആക്കിയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇതൊക്കെ കൂടി ഉണ്ട് ഇടുക. പിന്നെ പാകത്തിന് നമ്മൾ ഉപ്പ് ഇങ്ങനെ ഇടുക, 2 സ്പൂൺ ആവശ്യത്തിന് ഇടുക കേട്ടോ. അത് ഓരോരുത്തരത് വെച്ച് നിന്നിട്ട് ഇങ്ങനെ മിക്സ് ആക്കുക. ആ വെള്ളം എടുത്താണ്, ലേശം വെള്ളം തരുമോ? വെള്ളമല്ല കേട്ടോ, ഇതിൽ മിക്സ് ആക്കുമ്പോൾ നമ്മൾ തൈരാണ് അത്ര കേട്ടോ യൂസ് ചെയ്യുക. ചേച്ചി വന്നിട്ട് ചീത്ത പറഞ്ഞു. നല്ല അത്യാവശ്യം നല്ല അടിപൊളി തൈരാട്ടാ. തൈര് ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി ഇങ്ങനെ വെക്കുക. സംഭവം ബിരിയാണി തിന്നുമ്പോൾ നല്ല രസമാണ്, പക്ഷെ അത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. നമ്മളതിൽ ഒരു മഞ്ഞൾപ്പൊടി ഇതിൽ മിക്സാക്കാൻ വേണ്ടി മറന്നിട്ടാ. നേരത്തെ രണ്ടാമത് മിക്സാക്കിയിട്ടുണ്ട്. ഉപ്പൊക്കെ ഇപ്പോൾ പാകത്തിന് ഉണ്ടെന്നാണ് ഇപ്പോൾ ചേച്ചി വന്ന് പറഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. നമുക്കിതിൻ്റെ കറക്റ്റ് ഇത് കിട്ടൂല, കിട്ടും എന്നാലും കൊളാവുണ്ടല്ലോ. ഇത് മിക്സായിട്ടുണ്ട് കേട്ടോ.
മസാലയൊക്കെ പാകാം. സംഭവം ബിരിയാണി ഉണ്ടാക്കുക എന്നൊക്കെ കുറച്ച് ആവേശത്തിൽ പറഞ്ഞ് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടി കേട്ടോ സാധനം. നമ്മളെ ചിക്കനിന് മസാലയൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യത്തെ വിസിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളെ ബിരിയാണിയുടെ അരി ഇതിൽ കിടന്നിട്ട് വേവുന്നുണ്ട്. ഫസ്റ്റ് വിസിൽ വന്നേ, അത് വിസിൽ നിൽക്കുന്നില്ലേ? ആ കഴിഞ്ഞ നമ്മളിനി ബിരിയാണിയുടെ മേലിടുന്ന ഉള്ളില്ലേ അത് വറുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മൊരിയാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ട് നമ്മളിതിങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, എല്ലാവരും കുക്കിംഗ് ഒക്കെ പഠിച്ചോളൂ കേട്ടോ. എവിടെയെങ്കിലും പോയി പെട്ട് കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാലേ നമുക്കിനി ചോറ് എന്തോ നോക്കേ. പുകയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ചോറ് സെറ്റായിട്ടുണ്ടേ. അപ്പോൾ ഗൈസ് നമ്മളിനി ചിക്കൻ ഇടാൻ പോവാണ് കേട്ടോ. ചിക്കൻ ആദ്യം വറക്കുകയാണ്, അതിൻ്റെ ശേഷം ബിരിയാണിക്ക് ഇടുകയാണ്. ആ കാലിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതാണ് കേട്ടോ. അതിൽ ചില ഐറ്റംസ് കരിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ ബിരിയാണിയുടെ മേലെ ഇടാൻ വേണ്ടി വെച്ചിട്ടുള്ള ഉള്ളി, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെയാണ്. നമ്മളിനി ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ ഏകദേശം വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതും മസാലയും കൂടി മിക്സാക്കുന്ന പരിപാടി കാണിച്ചു തരട്ടാ. ഉള്ളി ഏകദേശം ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇടുന്നുണ്ട്. പിന്നെ അത് നമ്മളുടെ പകുതി വറുത്തിച്ച മസാല അല്ല ചിക്കൻ. അപ്പോൾ ഗായ്സ് നമ്മളെ മസാല റെഡി ആയിരിക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗായ്സ് നമ്മൾ ചിക്കൻ ഇതാ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് അടുപ്പിലാണ് ആക്കുന്നത്. അപ്പോൾ ഈ സ്റ്റൗവിൽ നിന്ന് ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് കൊണ്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ചിക്കനും മസാലയൊക്കെ കൂടിയിട്ട് നല്ല മിക്സായി വന്നിട്ടുണ്ട്. കറക്റ്റ് വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് അടച്ചേക്കാം. ഓക്കെ, നമ്മളെ മസാല ചിക്കനും അതേപോലെ തന്നെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ദമ്മ് ഇടാട്ടാ. ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലത്തിൻ്റെ പാട്ട് വെച്ചിട്ടുണ്ട്, അവിടെ ഒന്ന് പരിപാടിയാണ്. ഇവർക്ക് ഇത് റെഡിയാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു സ്പീഡ് ഇതിൽ കാണാൻ കിട്ടാ. ഓക്കെ, ഇപ്പോൾ ദമ്മ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൂടിയുള്ള ഈ സാധനം. ഓക്കെ, അപ്പോൾ ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇത് അതിൻ്റെ മേലെ കൂടെ ഈ ബാക്കിയുള്ള കുറച്ച് ചോറും കൂടെ ജസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മൊത്തം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇനിയുണ്ടാകും കുറച്ചുകൂടെ ചോറ് ബാക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല, അതും കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യം സെറ്റ് ചെയ്ത പോലെ തന്നെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടാ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ അതിന്. അതിൻ്റെ മേലെ ഒന്നുകൂടെ ചെറുതായിട്ടൊരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇത് അടച്ചേക്കലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ബിരിയാണിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി ഒന്ന് സെറ്റാവുന്നുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളെ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഇതായിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ദമ്മ് പൊട്ടിച്ചിട്ട് കഴിക്കാട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ ദമ്മ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം. സാധനം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ട്. തിന്നുമ്പോഴും അതേപോലെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നേ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ദമ്മ് പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. കാണിച്ചു തരാം. അയ്യോ, അടിയിൽ നിന്നൊക്കെ അതാ സാധനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളെ മെയിൻ ഐറ്റം മസാല ചിക്കൻ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിൻ്റെ ഇടയിൽ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ.
നമുക്കൊക്കെ വിളമ്പിന്നോ റെസ്റ്റിട്ട് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കുമ്പോൾ അപ്പോൾ എനിക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ എടുത്തേക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നേരെ ഒരുപാട് വൈകിയിട്ടുണ്ട്. ദമ്മൊക്കെ പൊട്ടിച്ച് വന്നപ്പോൾ 9:30-10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. നമ്മളങ്ങനെ കഴിക്കാൻ പോവാണ് കേട്ടോ. സാധനം രസം കേട്ടോ. അടിപൊളി. കാലം കിട്ടിയിട്ടുണ്ട്. മറ്റൊരു വന്നു കഴിഞ്ഞാൽ കരച്ചിലാവുകയാണോ. പിന്നെ അതേപോലെ തന്നെ മസാലയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചായിട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്നാൽ ഞാൻ അതൊന്ന് തിന്ന് തീർക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.